കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉചിതമായ സ്ഥലം നിർദ്ദേശിക്കാൻ 2016 മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ഇനിയും കിട്ടിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. മന്ത്രിസ്ഥാനം വലിയ ഉത്തരവാദിത്തമാണ്. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുമെന്ന് സുരേഷ് ഗോപി 24നോട് പറഞ്ഞു. പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി ഇപ്പോൾ 24 ചേരുന്നു. മിനിസ്റ്റർ എന്ന പുതിയ റോളിലാണ്. എന്ത് തോന്നുന്നു? വലിയ ഭാരിച്ച ചുമതല തന്നെയാണ്. വളരെ ദൂരെയാണ് പെട്രോളിയം മിനിസ്ട്രിയുമായിട്ടുള്ള കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ പങ്കുചേരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻട്രിക്കസീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പഠിച്ചെടുക്കും. സുഹൃത്താണ് പുരി സാബ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ടൂറിസം ഒരു കേരളത്തിൻ്റെ ഹബ്ബായി മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെട്രോളിയം എന്നുള്ള വകുപ്പ് കിട്ടുമ്പോൾ അതിൽ നിങ്ങൾക്ക് വെല്ലുവിളി തോന്നുന്നുണ്ടോ? വെല്ലുവിളിയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ടൂറിസം കേരളം ഭാരതത്തിൻ്റെ തിലകക്കുറിയായി മാറും ആണെന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രീ പോൾ ഇൻ്റർവ്യൂസിലെവിടെയോ 1-to-1 പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായത് കൊണ്ടാവണം ഒരുപക്ഷെ എന്നെ ഇതിനു വേണ്ടി ഈ കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു കണ്ടൽക്കാടക്കമുള്ള പല ആയുർവേദ ടൂറിസത്തിലേക്കുള്ള ആലോചനകളുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ നടപടി ഇത്ര പെട്ടെന്ന് ആരംഭിച്ചു കഴിഞ്ഞാണോ, അല്ല നേരത്തെ തന്നെ മനസ്സിലായോ? ഞാൻ ഈ ഇലക്ഷൻ പ്രചരണത്തിന് 2019 പോയപ്പോൾ കണ്ടപ്പോൾ തോന്നിയതാണ്. ഇപ്പം ഞാൻ വീണ്ടും ആ സ്ഥലങ്ങളിൽ കൂടെ പോയപ്പോൾ അതേപോലെ അത് കിടക്കുന്നു. അപ്പം ഞാൻ 1-2 സ്ഥാപനങ്ങളുമായിട്ട് സംസാരിച്ചു. അവർക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അതിന് ഞാൻ ആയുഷ് മിനിസ്ട്രിയും എൻവയൺമെൻറ്റ് മിനിസ്ട്രി കണ്ടലും വേണമല്ലോ, അതും പിന്നെ അവിടുത്തെ ആ സ്ഥല ഉടമകളെല്ലാം വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് ഒരു സമവായത്തിലെത്തി വലിയൊരു പ്രോജക്റ്റ് ഇങ്ങനെ സ്വപ്നം കാണുന്നു. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല അങ്ങനെ പൊതുവെ കൺസെൻറ്റ് ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അത് 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞതാണ്. അത് ഇതുവരെ ആ പേര് വന്നിട്ടില്ല. ആ പേരൊന്ന് പൊന്തി വരട്ടെ. കോഴിക്കോട് അതൊന്നും ഞാൻ എതിർക്കുന്നുമില്ല, അതിൻ്റെ കൂടെയും നിൽക്കുന്നില്ല. നമുക്ക് ഒരു സെൻസിബിൾ ആയിരിക്കണം, ഒരു റാഷണൽ ആയിരിക്കണം. അങ്ങനെ ഒരു സ്ഥലം അന്ന് പറഞ്ഞു. അത് ജഗത് പ്രകാശ് നഡ്ഡ അദ്ദേഹവും ആ സ്ഥലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം. സിനിമയും മന്ത്രിസ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഉറപ്പായിട്ടും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. എന്തായാലും സിനിമയും മന്ത്രിസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരുപാട് പദ്ധതികൾ അതെല്ലാം തന്നെ ആലോചനയിലുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത ശേഷം 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24.